കുക്കിങ്ങും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മറ്റൊരു നല്ല വീഡിയോയിലേക്ക് സ്വാഗതം. ചിക്കൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചായയോടൊപ്പം മറ്റും കഴിക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എനിക്ക് പറഞ്ഞിരുന്നത് എൻ്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയി തോന്നിയേക്കാം, കാരണം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ചട്നി റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ കുഴച്ച മാവ് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെക്കേണ്ടതുണ്ട്. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് നല്ലപോലെ കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇവിടെയും നല്ല പോലെ തന്നെ കുഴയ്ക്കുക. നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് നമുക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ചിക്കൻ നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. അതോടൊപ്പം തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും മല്ലിയിലയും നമുക്കിതിന് ആവശ്യമാണ്. പിന്നീട് വേണ്ടത് നമുക്ക് സോയാ സോസാണ്. അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ചിക്കനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പും അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വേവിക്കാം. നന്നായിട്ട് വെന്ത ചിക്കൻ മാറ്റി വെക്കാം. അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ട ചട്നി തയ്യാറാക്കാം. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് പിരിയമുളക് ചേർക്കാം. പിരിയമുളകോ അല്ലെങ്കിൽ പാണ്ടിമുളകോ നമുക്ക് ചേർക്കാം. എരിവനുസരിച്ച് നമുക്ക് എത്ര മുളക് വേണമെന്ന് തീരുമാനിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളി കൂടി ഇടുന്നുണ്ട്. നന്നായിട്ട് ഇതിനെയും വേവിക്കുക. ഇതിലേക്ക് നമ്മൾ മുളകിട്ട് തിളപ്പിക്കുന്നത് ചട്നി അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഒരു 10 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിൻ്റെ തക്കാളിയുടെ തൊലി നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്ത തക്കാളിയും മുളകും നമ്മളൊരു ഗ്രൈൻഡറിനകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ടതില്ല, കാരണം തക്കാളിയിൽ നിന്ന് വെള്ളം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അരച്ച് മാറ്റിയെടുക്കാം. അടുത്ത ചട്നി തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നന്നായിട്ട് തിളച്ച ഓയിലിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തക്കാളിയും മുളകും ഇതിനകത്തോട്ട് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കുറച്ചു നേരം ചെറിയ തീയിൽ വേവിച്ചിട്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. ചട്നിക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങനീര് പിഴിഞ്ഞ് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. നന്നായി തണുത്ത ചിക്കൻ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ ഈ റെസിപ്പിക്കകത്തുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. ആദ്യമായി ഫ്രൈങ് പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായ ഉള്ളിയിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യാം. പിന്നീട് ഇതിലേക്ക് സോയാ സോസും അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി തയ്യാറാക്കാം.
കുഴച്ചു വച്ചിരിക്കുന്ന മാവ് ചെറിയ ബോൾ രൂപത്തിലാക്കി പരത്തിയെടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും ചേർത്ത് ഇതേപോലെ ഷേപ്പിലാക്കി എടുക്കാം. പല ഡിസൈനിലും നമുക്കിത് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ഓരോ ഡിസൈനിങ് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്തതായി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായി ഇഡ്ഡലിച്ചെമ്പിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഇഡ്ഡലിച്ചെമ്പിൻ്റെ തട്ടിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി നമുക്കിത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 15-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ മോമോസ് റെഡിയാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തട്ടിൽ വെക്കുന്ന ടൈമിൽ കുറച്ച് ഡിസ്റ്റൻസ് മാറ്റി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. കിടിലൻ ചിക്കൻ മോമോസ് റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല വീഡിയോസുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും ബൈ.